വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ സിബിഐ അന്വേഷണം തുടരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ, ലൈഫ് മിഷൻ സിഇഒ ആയിരുന്ന UV ജോസ് അടക്കമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണം. കേസിൽ 7ാം പ്രതിയാണെങ്കിലും സിബിഐ സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ ശിവശങ്കറിന്റെ പേരുണ്ടായിരുന്നില്ല. കൂടുതൽ അന്വേഷണത്തിന് ശേഷം എം ശിവശങ്കർ അടക്കമുള്ളവർക്കെതിരെ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സജോ ദേവസ്യയുണ്ട് വിശദാംശങ്ങളുമായി. സജോ, ആദ്യഘട്ട കുറ്റപത്രത്തിൽ 6 പേരാണ് പ്രതികളായിട്ടുണ്ടായിരുന്നത്. അതിൽ ശിവശങ്കറിന്റെ പേരില്ല എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. ഇപ്പോൾ ശിവശങ്കറിനെതിരെ കൂടുതൽ അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിന് ശേഷമായിരിക്കുമോ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുക? കീർത്തന, റോഷ്നി, അതായത് ആദ്യഘട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചത്. അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതായത് മുൻ മുഖ്യമന്ത്രിയും പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ, അതോടൊപ്പം തന്നെ ലൈഫ് മിഷന്റെ സിഇഒ UV ജോസ് എന്നിവരെ കൂടി പ്രതികളാക്കും വിധമുള്ള അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം നടക്കുന്നതായാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. UAE റെഡ് ക്രസന്റുമായി ധാരണാപത്രം ഉണ്ടാക്കി ഈ പണം സമാഹരിച്ച് അതുവഴി ലൈഫ് മിഷൻ പദ്ധതി നടപ്പാക്കുക എന്നതാണ് ഈ വടക്കാഞ്ചേരി ഫ്ളാറ്റ് പദ്ധതിയുടെ ഒരു കേന്ദ്രം. അതുവഴി ലഭ്യമായ തുകയിൽ നിന്ന് പ്രതികൾ കമ്മീഷൻ തട്ടി എന്നതാണ് ആദ്യഘട്ട കുറ്റപത്രത്തിൽ പറയുന്നത്. സ്വപ്ന സുരേഷ്, സന്തോഷ് ഈപ്പൻ തുടങ്ങിയവരാണ് അതിൽ പ്രതികൾ. അങ്ങനെ 6 പ്രതികളാണ് ഉള്ളത്. എന്നാൽ ഈ കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളും ശേഖരിച്ച ശേഷം നേരത്തെ ശിവശങ്കറിന്റെ പേരുണ്ടായിരുന്നുവെങ്കിലും ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയവും സവിശേഷവുമായ കാര്യമാണ്. അതേസമയം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസായി വന്നു. അതിനുശേഷം അതിലൊരു രാഷ്ട്രീയമായ കാര്യങ്ങളിലാണ് അന്വേഷണം നടന്നത്. അങ്ങനെ ആ കാര്യത്തിൽ ശിവശങ്കറിനെ അടക്കം പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ നീക്കം ഉണ്ടായി, വേട്ടയാടലുണ്ടായി എന്ന മട്ടിലൊക്കെ വിമർശനം മുൻപ് ഉയർന്നതാണ്. പക്ഷെ അതിനുശേഷം ഏതായാലും CBI അതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയി എന്നത് മറ്റൊരു കാര്യം. അപ്പോൾ ഇവരെ കൂടി പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് അനുബന്ധമായ തെളിവുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം വിശദമായ പരിശോധനയിലേക്ക് പോയതിനു ശേഷം അനുബന്ധ കുറ്റപത്രത്തിലേക്ക് പോകാനുള്ളൊരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതിന് പര്യാപ്തമായ തെളിവുകൾ സമാഹരിക്കേണ്ടി വരും. അതായത് ഈ കമ്മീഷൻ അടക്കം കൈപ്പറ്റിയത് ഇടനിലക്കാരുടെ റോളിൽ പ്രവർത്തിച്ച ആളുകൾക്കപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിച്ചവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായി എന്നൊക്കെ തെളിയിക്കാനാകണം. അത്തരം പരിശോധനയിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.